വെൽക്കം ഓൾ. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ 5ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എളുപ്പമാണ്. നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലെ കറണ്ട് അതുപോലെ തന്നെ വോൾട്ടേജ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കിടക്കുന്നത് നമുക്ക് ഏതെങ്കിലും ബ്രാഞ്ചിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്ററിന്റെയോ അക്രോസ് ഉള്ളത് പർട്ടിക്കുലർ ആയിട്ട് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, സോ നമ്മൾ ഇപ്പോഴും ഓംസ് ലോ കഴിഞ്ഞു, ഇനി ക്രിച്ചോസ് ലോ പഠിക്കാനുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ക്രിച്ചോസ് ലോ പോലത്തെ നെറ്റ്വർക്ക് തിയറംസ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു റൂൾസുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനുള്ളതാണ്. ഓക്കെ, സോ വോൾട്ടേജ് ഡിവൈഡർ റൂള് എന്താണ്? വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ഡിവൈഡർ റൂള് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. സോ ഇവിടെ നമുക്ക് ഒരു കുറച്ച് റെസിസ്റ്ററുകൾ നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3 അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് RN റെസിസ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ ഓരോ അക്രോസും ഇപ്പൊ ഒരു സീരീസ് സർക്യൂട്ടിൽ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? I. സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും അല്ലെ? സോ I is equal to V/R ആണ് നമ്മുടെ ഓംസ് ലോ പ്രകാരം കറണ്ടിന്റെ ഇക്വേഷൻ. ഇനി അതില് അത്രയും മനസ്സിലാക്കി വെക്കുക. I is equal to V/R ആണ് അതിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. ഇപ്പം ഞാനൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. ഇവിടെ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. ഇനി ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് V1, V2, V3 ആണ്. നമുക്കറിയാം ഒരു സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് എന്താവുന്നത്? ഡിഫറെന്റ് ആണ് അല്ലെ? എന്നുവെച്ചാൽ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ V1, V2, V3 കൊടുത്തു. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണെന്ന് നമ്മൾ എടുത്തു. I ത്രൂ ഔട്ട് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I തന്നെയായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ? ഇനി നമുക്ക് ഇപ്പം ഇതിൽ ചോദിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R3 റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറയുകയാണ് നമ്മളോട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സാധാരണ ഓരോ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് വാല്യൂസ് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പം V3 കണ്ടുപിടിക്കാൻ V is equal to I into R ആണ്. അപ്പൊ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് ഈ V3 കണ്ടുപിടിക്കാം. നേരെ മറിച്ച് കറണ്ട് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സോ അതിനായിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കാം. ഈ V3 കണ്ടുപിടിക്കാനായിട്ട് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ടോട്ടൽ വോൾട്ടേജ് നമുക്ക് തന്നിരിക്കും. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ളതാണെന്ന് വെച്ചാൽ ആ റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ആ സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റർ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ. V3 കണ്ടുപിടിക്കേണ്ട ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ ആ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R3. ആ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റർ, വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യാം? സം ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാല്. നോക്കി, അതിന് നമുക്കൊരു ജനറൽ ഫോർമാലിറ്റി എഴുതി കഴിഞ്ഞാൽ Vx ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു Rx എന്ന് വെച്ചാൽ ഏത് റെസിസ്റ്റൻസിനാണോ കണ്ടുപിടിക്കുന്നത് Rx ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര RN പ്ലസ് എക്സെട്ര. അപ്പം എത്ര റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും താഴെ എന്ത് ചെയ്യണം? എല്ലാം കൂടി ആഡ് ചെയ്ത് വെക്കണം. മുകളിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ്, ഓർത്തിരിക്കുക. സോ Vx എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ Rx. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ Rx. ഓക്കെ, V ടോട്ടൽ അപ്ലൈഡ് പവർ ആണ്, വോൾട്ടേജ് ആണ്. സോറി, V എന്ന് പറഞ്ഞാൽ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജ്. ഇനി എന്താണ്? Rx. Rx എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അക്രോസ് വിച്ച് വോൾട്ടേജ് ഇസ് റിക്വയർഡ്. Rx എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് across which voltage is required.
വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ R1 പ്ലസ് R2 പ്ലസ് അത് ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. R1 പ്ലസ് R2 പ്ലസ് RN എന്നുള്ളത് എന്താണ്? ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് സപ്ലൈ വോൾട്ടേജ് 12 വോൾട്ട് തന്നിട്ടുണ്ട്. അതുപോലെ R1 2 ഓം, R2 എന്ന് പറഞ്ഞാൽ 4 ഓം. ഇപ്പൊ രണ്ട് കണക്റ്റഡ് ഇൻ സീരീസ്. R1 R2 കണക്റ്റഡ് ഇൻ സീരീസ്. സോ കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് വോൾട്ടേജ് അക്രോസ് R2. R2 അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നമുക്ക് R1 R2 വോൾട്ടേജ് സോഴ്സ് ഇവിടെ 12 വോൾട്ട് തന്നിട്ടുണ്ട്. R1ന്റെ വാല്യൂ എത്രയാണ്? 2 ഓം ആണ്. R2യുടെ വാല്യൂ 4 ഓം ആണ്. സോ ഇവിടെ V1 ഉം ഇവിടെ V2 ഉം ഡ്രോപ്പ് ആവും. കണ്ടുപിടിക്കേണ്ടത് R2ന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പം അത് V2 ആണ്. സോ V2 is equal to total voltage into R2 divided by R1 plus R2. അതായത് V2 is equal to V എത്രയാ? സോറി, V എന്ന് പറഞ്ഞാൽ ഇവിടെ 12 വോൾട്ട് ആണ്. ഇൻറ്റു R2 എത്ര വാല്യൂ? 4. 4 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 2 പ്ലസ് 4. സോ വരുന്ന സമയത്ത് 12 ഇൻറ്റു 4 ബൈ 6 എന്ന് വരും. 1 6 6, 6 12, 4 ഇൻറ്റു 2 8 വോൾട്ട്. സോ നമുക്ക് ഇവിടുത്തെ V2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 വോൾട്ട്. അതാണ് വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറഞ്ഞാൽ. ആൻസർ കിട്ടി. സോ നമുക്ക് എളുപ്പമായില്ലേ? കറണ്ടിന്റെ ആവശ്യം വരുന്നില്ല. കറണ്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാല് വേറൊരു എക്സാമ്പിൾ ആണ്. ഒരു 30 വോൾട്ട് സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട്? 10 ഓം റെസിസ്റ്ററിലും 20 ഓം റെസിസ്റ്ററിലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിന് അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ ജസ്റ്റ് ആ സർക്യൂട്ട് ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് 10 ഓം റെസിസ്റ്ററും 20 ഓം റെസിസ്റ്ററും. അതിന് അക്രോസ് ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, 30 വോൾട്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പൊ നമുക്ക് ഇത് V1 എന്നും ഇത് V2 എന്നും കൊടുത്താൽ ഇവിടെ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ V20 V10 അല്ലെ? അപ്പം V20 ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു അല്ലെ, പിന്നെ 20 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 20. ടോട്ടൽ വോൾട്ടേജ് 30 ആണ്. ഇൻറ്റു 20 ബൈ 30. 30 ക്യാൻസൽ ആയി പോയി. ഈസ് ഈക്വൽ ടു എന്ത് വരും? V20 ഈസ് ഈക്വൽ ടു 20 വോൾട്ട്. എളുപ്പമാണ്. ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷൻ എടുക്കുന്ന രീതി ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് കറണ്ട് ഡിവിഷൻ റൂൾ ആണ്. ഇത് കറണ്ട് ഡിവിഷൻ റൂൾ മെയിൻ ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. സോ കറണ്ട് ഡിവൈഡർ റൂൾ അപ്ലൈസ് ടു റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ സർക്യൂട്ടിലാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക? ഇത് കണക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ 2 റെസിസ്റ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാരലൽ വെച്ചു. R1 R2. സോ ഇവിടെ I കറണ്ട് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. ഓക്കെ, മെയിൻ കറണ്ട് പോകുന്നുണ്ട്. അപ്പം ഒരു പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് നമുക്ക് കൊടുക്കുന്ന സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷെ കറണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇവിടേക്ക് I1 ഉം ഇവിടേക്ക് I2 കറണ്ട് ആണ് പോകുന്നത്. സോ ഇപ്പൊ ചോദ്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കറണ്ട് ഇപ്പം കണ്ടുപിടിക്കാൻ പറഞ്ഞു, I1 കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ I2 കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യും നമ്മള്? അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ I2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. R2 ഒഴുകുന്ന കറണ്ട് I2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ I2 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു, അപ്പം R2 ഒഴുകുന്ന കറണ്ട് ആണ് I2. R2 ഒഴുകുന്ന കറണ്ട് I2. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ കറണ്ട് ഇൻറ്റു
R2ന്റെ ഓപ്പോസിറ്റ് ഉള്ള റെസിസ്റ്റൻസ് ഏതാണോ അത് R1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസിന് സമം R1 പ്ലസ് R2. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അതിനൊരു ജനറൽ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ I x ഈസ് ഈക്വൽ ടു I ഇൻറ്റു R അതർ. R അതർ എന്ന് പറഞ്ഞാൽ അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ ബ്രാഞ്ചിലൂടെയുള്ള മാത്രം കറണ്ട് കിട്ടും. നമുക്ക് വോൾട്ടേജ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് കറണ്ട് ഓരോ ബ്രാഞ്ചിലുള്ള കറണ്ട് ഇതുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു 6 ആംപിയർ തന്നിട്ടുണ്ട്. അതുപോലെ R1 2 ഓമും R2 4 ഓമും കണക്റ്റഡ് ഇൻ പാരലൽ. സോ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് കറണ്ട് ത്രൂ R1 ആണ്. R1ലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ എന്ത് ചെയ്യണം? കറണ്ട് കണ്ടുപിടിക്കാൻ I1 അല്ലെ? അപ്പൊ നമുക്ക് R1 എന്നുള്ളത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പെട്ടെന്ന്. ഇതിലൂടെയുള്ള കറണ്ട് I പോകുന്നുണ്ട്. I1 I2 R1 R2. ഇവിടെ R1 2 ഓം ആണ്, ഇവിടെ R2 4 ഓം ആണ്. സോ I1 കാണാനായിട്ട് R1ലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്. അത് കാണാനായിട്ട് ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റിലെ റെസിസ്റ്റൻസ് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ എന്ത് വരും? ടോട്ടൽ റെസിസ്റ്റൻസ് ടോട്ടൽ കറണ്ട് 6 ഇൻറ്റു R2 എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 അല്ലെങ്കിൽ 2 പ്ലസ് 4 എങ്ങനെ R1 പ്ലസ് R2 എന്ന് വരിക. അപ്പൊ 4 പ്ലസ് 2 അല്ലെങ്കിൽ 2 പ്ലസ് 4. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു 4 ബൈ 6 എന്ന് വരും. ഈ 6 ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? 4 ആംപിയർ എന്ന് വരും. സോ R1 റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ത് കിട്ടി? I1 ഈസ് ഈക്വൽ ടു 4 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറഞ്ഞാൽ. അപ്പം എക്സാമ്പിൾ നമ്മൾ കണ്ടു. ആ എക്സാമ്പിൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 12 ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ട്. 6 ഓമും 3 ഓമും ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പൊ 2 റെസിസ്റ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ടോട്ടൽ കറണ്ട് തന്നിട്ടുണ്ട് 12 ആംപിയർ. ഇതിന്റെ വാല്യൂ 6 ഓം ആണ്, ഇതിന്റെ വാല്യൂ 3 ഓം ആണ്. ഓക്കെ, സോ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. ഇത് R1, ഇത് R2. അപ്പൊ നമ്മൾ 12 ആണ് ടോട്ടൽ കറണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് ആദ്യം കണ്ടുപിടിക്കാം. I1 കണ്ടുപിടിക്കാം. അപ്പം I1 കണ്ടുപിടിക്കാനായിട്ട് I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. സോ I എത്രയാണ്? 12 ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് എന്ത് വരും? 6 പ്ലസ് 3. സോ 12 ഇൻറ്റു 3 ബൈ 9. 9 ഇതും ഇതും ക്യാൻസൽ ആയിപ്പോ ഒരു 3 9, ഒരു 3 12. ഇപ്പൊ 4 ആംപിയർ എന്ന് വരും. സോ അവിടെ നമുക്ക് 4 ആംപിയർ കിട്ടി. ഈ 4 ആംപിയർ I1 ആണ് കിട്ടിയത്. I1 ഈസ് ഈക്വൽ ടു 4 ആംപിയർ കിട്ടി. സോ നോക്കിയേ, ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ആംപിയർ ആണ്. I1 നമുക്ക് കിട്ടി 4 ആംപിയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ I2 നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കറണ്ടിൽ നിന്നും Iയിൽ നിന്നും എന്ത് ചെയ്താൽ മതി? I1 കുറച്ചാൽ മതി. ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ 12 ബൈ മൈനസ് 4 ഈക്വൽ ടു 8 ആംപിയർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? I1 ഉം I2 ഉം കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് കറണ്ട് ഡിവൈഡർ റൂള് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കറണ്ടും കണ്ടുപിടിക്കാം. ഒരു ബ്രാഞ്ചിലേക്കുള്ള കറണ്ട് കണ്ടുപിടിക്കാം. അത് പാരലൽ സർക്യൂട്ടിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കാം. സോ അടുത്തത് ഇതേപോലെയാണ്. 10 ആംപിയർ കറണ്ട് പാരലൽ സർക്യൂട്ടിലേക്ക് തന്നിട്ടുണ്ട്. 5 ഓം 20 ഓം ഒക്കെ ആണ് തന്നിരിക്കുന്നത്, പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈ കറണ്ട് ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മൾ ചെയ്ത സെയിം മെത്തേഡിൽ ചെയ്താൽ മതി അല്ലെ? ആദ്യം ഒരു റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ബാക്കിയുള്ള കറണ്ട് ആയിരിക്കും ഇതിലൂടെ പോകുന്നത്, അടുത്ത റെസിസ്റ്ററിലൂടെ പോകുന്നത്. സോ നമ്മൾ
ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഒരു സീരീസ് റെസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ ആണ്, സീരീസ് റെസിസ്റ്ററുകളുടെ സർക്യൂട്ടിന്റെ കേസിൽ. ഇനി പാരലൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ കറണ്ട് ഡിവൈഡർ റൂൾ ഉപയോഗിക്കണം. പിന്നെ ബ്രാഞ്ച് വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഉപയോഗിക്കും. ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് കറണ്ട് ഡിവൈഡർ റൂളും ഉപയോഗിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യാം, ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക, പരിശീലിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സ്പീഡ് കിട്ടും എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അത്രയാണ് നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിർച്ചോഫ്സിന്റെ ലോകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ലോകളാണ്. താങ്ക് യു.